ഹലോ. ഇന്നത്തെ വീഡിയോ കുറച്ച് വിഷമത്തോടെ എടുത്തുന്ന വീഡിയോ ആണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മുയലുകൾക്കൊക്കെ ഒരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. എനിക്കും ഡീറ്റെയിൽസ് ഒന്നും അത്ര കാര്യമായിട്ട് അറിയത്തില്ല. ഇത് ഒരു മുയലിനാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഇപ്പം അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് നല്ലോണം സ്പ്രെഡായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് മനസ്സിലായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. പക്ഷേ മുയലുകൾക്ക് ക്ഷീണമോ അവർ നല്ലതായിട്ട് തീറ്റ എടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് സ്പ്രെഡായി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ചെറിയ ക്ഷീണമൊക്കെ വന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഗോൾഡൻ കളറിലെ മുയലിനായിരുന്നു ആദ്യം വന്നത്. അവനിപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ വെളുത്ത മുയലുകൾക്കൊക്കെ ഇതുപോലെ ഉണ്ടായി തുടങ്ങിയത്. അപ്പം ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത്, പ്രത്യേകിച്ച് ചെവിയിൽ, കണ്ണിൻ്റെ താഴെ, മൂക്കത്തൊക്കെ നല്ലപോലെ ഈ പൊറ്റ പോലെ ഇങ്ങനെ നീണ്ടിരിക്കും. നമ്മുടെ ഈ മിക്കി മൗസിൻ്റെ ഒക്കെ മൂക്ക് പോലായിരുന്നു ഇരുന്നത്. അത് ഇളക്കി കളയുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. പിന്നെ ഉള്ളത് കാലിലും കയ്യിലും, പിന്നെ അതിൻ്റെ മറ്റേ ഹോൾ സൈഡ്, ഇത്രയും ഭാഗത്താണ് മെയിനായിട്ട് ഇത് വരുന്നത് കേട്ടോ. വയറിലും പുറത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ ആദ്യം ഇതിന് ചെയ്തത് നല്ലപോലെ ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട്, നമ്മുടെ പച്ച മഞ്ഞൾ വീട്ടിൽ നിന്ന് തന്നെ കിളച്ചെടുത്ത മഞ്ഞൾ ചതച്ചിട്ടിട്ട് ആ വെള്ളത്തിൽ ചെറിയ ചൂടോടുകൂടി ഇവരെയൊക്കെ മുക്കിയെടുത്ത് കേട്ടോ. മുഖത്തൊക്കെ നല്ലപോലെ ഞാൻ വെള്ളം ഒഴിച്ചു. കാരണം എനിക്ക് വേറെ ഒന്നും നോക്കാനില്ലായിരുന്നു. ഇത്രയും ഇത് സ്പ്രെഡായ സ്ഥിതിക്ക് ഇനി ഇവർക്ക് എന്ത് പറ്റുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ സാധാരണ മുയലിനെ കുളിപ്പിക്കരുതെന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മുയലിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പ്രശ്നമില്ല. തണുപ്പ് സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുന്നത് ഉറപ്പായിട്ടും പണി കിട്ടും, ചത്തുപോകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം മുയലിന് അത്ര വലിയ ചൂടും അത്ര വലിയ തണുപ്പും ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ. പക്ഷേ ഇപ്പം നല്ല അറിയാമല്ലോ, നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ കുളിപ്പിച്ചു കേട്ടോ. ഒന്നും നോക്കിയില്ല, കുളിപ്പിച്ചെന്നല്ല, ഞാൻ വെള്ളത്തിൽ മുക്കി 5 മിനിറ്റ് പിടിച്ചു. തല മാത്രം മുകളിൽ വെച്ചിട്ട് ബാക്കി ബോഡി ഫുള്ള് വെള്ളത്തിൽ വരുന്ന പോലെ 5 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ പിടിച്ചു. എന്നിട്ട് മുഖത്തും ചെവിയിലും വെള്ളം കോരി ഒഴിക്കുകയും ചെയ്തു. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട്, കോട്ടൺ തുണി വെച്ച് നല്ലപോലെ തുടച്ചിട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് ഇട്ടത്. പക്ഷേ അതും വർക്കൗട്ട് ആയില്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അപ്പം തന്നെ പോയിരുന്നു. വെച്ചോണ്ടിരുന്നില്ല. ഇത് ചെയ്തതിൻ്റെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞിട്ട് നമുക്കൊരു ഓയിൻമെൻറ്റ് തന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത്, പിറ്റേ ദിവസം, അടുത്ത ദിവസം നമ്മുടെ ഡെറ്റോൾ ഒരു 2 അടപ്പ് ഒരു 4-5 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഇവരെ എടുത്ത് അതിനകത്ത് മുക്കി പിടിച്ച് ഒരു 5 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടിട്ടു. എന്നിട്ട് ഈ ദേഹമൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഓയിൻമെൻ്റ് ഉണ്ട്. ആ ഓയിൻമെൻറ്റ് പേര് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇപ്പം എടുത്ത് നോക്കിയിട്ട് പറയാം. ആ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു ഫുള്ള് കേട്ടോ. നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എവിടെയൊക്കെയാണോ പ്രശ്നമുള്ളത്, കണ്ണിൻ്റെ അവിടെയും ചെവിയുടെ അവിടെയൊക്കെ ഉണ്ട്. ഇവനെ കണ്ടില്ല, ഇവനായിരുന്നു ആദ്യം വന്നത്. ഇവന് നല്ലതായിട്ട് അത് കുറഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഇവന് നല്ലതായിട്ട് അത് കുറഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒന്ന് മസാജ് പോലെ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത്. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ച് തരുമ്പോൾ മനസ്സിലാവും ഈ വെളുത്ത മുയലുകൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അങ്ങനെ ചെയ്ത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് നമ്മുടെ മുയലുകളെ വളർത്തി തുടങ്ങിയതാണ്. അപ്പം ഇന്ന് വരെ നമ്മൾ പല രോഗങ്ങളും ഇവർക്ക് കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് കയറി വയറ് വീർത്ത് ചത്തുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ചത്തുപോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഫുഡിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ കാരണം ചത്തുപോകുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഈ മുയലുകൾക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലായത് കേട്ടോ. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഞാൻ വേറെ എങ്ങും കേട്ടിട്ടുമില്ല. ഇനി നിങ്ങളാരെങ്കിലും വളർത്തിയിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ എന്താണ് ചെയ്തതെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതെന്തുമായാലും ഇപ്പം ഞാൻ സേഫ് ആയി എന്ന് വിചാരിക്കുന്നു. കാരണം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ആദ്യം പോലെ ഇവർക്ക് ഫുഡ് കഴിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു അസുഖം ഉണ്ടായിട്ട് കൂടി ഫുഡ് കഴിക്കുന്നതിന് പ്രശ്നമില്ലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡെറ്റോൾ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് പിന്നെ കൊണ്ടിട്ട പടുതിയാണിത്. അപ്പോൾ അവർ തന്നെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി കുളിപ്പിക്കുമ്പോൾ ഇനി ഇവർക്ക് എന്തെങ്കിലും അത് തണുപ്പ് സഹിക്കാൻ വയ്യാതെ വരുമെന്നൊക്കെ. പക്ഷേ ഞാൻ ഉച്ചയ്ക്കാണ് ഇത് ചെയ്തത്. നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഉച്ചയ്ക്കാണ് ഇത് ചെയ്തത്. പിന്നെ കൂട് നമ്മുടെ പുറത്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങിക്കോളും എന്ന് വിചാരിച്ചു. ഞാൻ തുടച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ ഈ ഡെറ്റോൾ കലക്കിയിട്ട് മുക്കി വെച്ചിട്ട്
ഇവരെ ഒരു മണിക്കൂറോളം ഞാൻ വിട്ടു, ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഏകദേശം നന്നായിട്ട് കണ്ട ഇവക്ക് മാത്രം, ഇതൊരു പെൺമൂല, ഇവക്ക് മാത്രം വയറിൻ്റെ സൈഡിലും ഇതുപോലെ, ഇത് പിന്നെ ഈ പ്രസവത്തിൻ്റെ സമയത്ത് ഇവർ രോമം പറിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ഇതാണ്. ഇവിടെങ്ങും ഈ ഒരു പ്രോബ്ലം സ്പ്രെഡ് ആയിട്ടില്ല. ഫേസിലാണ് പ്രധാനമായിട്ടും, കൂടുതലും ഫേസിലാണ്. പിന്നെ നമ്മുടെ കാലിലും കയ്യിലും നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളൊന്ന് ടെൻഷനായി പോയി. നമുക്ക് ഒരു റെഫറൻസും ഇല്ല ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത്. ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും പേടിക്കേണ്ട. എന്തുവായാലും ആദ്യം തന്നെ മൃഗാശുപത്രിയിൽ പോയിട്ട് നമ്മൾ ഡോക്ടറോട് കണ്ട് കാര്യം പറയണം. ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് കാണിച്ചിട്ട് കാര്യം പറയണം കേട്ടോ. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇത് ചൂട് സമയത്ത് വരുന്നൊരു അസുഖം. നമ്മുടെ കോഴിപ്പേനൊക്കെ ഉണ്ടാകത്തില്ലേ ചൂട് സമയത്ത്, അതുപോലെ നമുക്കായാലും ചിക്കൻ പോക്സ്. അപ്പോൾ ഇതും അതുപോലെ ഒരു സീസണലായിട്ട് ചൂടിൻ്റെ സമയത്ത് വരുന്ന ഒരു അസുഖമാണെന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. കാരണം നല്ല ചൂടാകുന്ന സമയത്താണ് ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത്. ഞാൻ നേരത്തെ ഇത് ഫേസ് ചെയ്തിട്ടും ഇല്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ ഫുഡിലൊക്കെ കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.